നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി ജനങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി റിസൾട്ടിനായുള്ള കാത്തിരിപ്പാണ്. അതിനിടയിൽ ഒരു ചെറിയ നിലമ്പൂർ വിശേഷം കാണാം. ബ്രിട്ടീഷ് റോയൽ ആർമിയിലെ ഉദ്യോഗസ്ഥനും നിലമ്പൂർ കോവിലകം കുടുംബാംഗവും കൂടിയായിരുന്ന ചിന്നൻ മേനോൻ അദ്ദേഹം 1940കളിൽ പണികഴിപ്പിച്ചതാണ് ഈ മനോഹരമായ വീട്. ഇപ്പോൾ ഇവിടെ താമസം ചെങ്ങന്നൂർ സ്വദേശിനി രേണു അനിയനാണ്. ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ, വോട്ടൊക്കെ ചെയ്തു. ആര് ജയിക്കും ഇവിടെ? വോട്ടൊക്കെ ചെയ്തു. 2 ദിവസങ്ങളിൽ കണ്ടോ ആര് ജയിക്കുമെന്നുള്ളത്? എന്താ ഈ വീടിന്റെ ഒരു കഥ? ഇത് 1945 പണിത ഒരു വീടാണ്. അപ്പൊ ഇതിന്റെ ഓണർ റോയൽ ആർമിയിൽ ഒരു മേജറായിരുന്നു, ചിന്നൻ മേനോൻ. അയാൾ റിട്ടയർ ചെയ്ത് വരുമ്പം അയാൾക്കന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീടാണ്. അയാൾ കോവിലകത്തെ സീനിയർ രാജ കിരാദാസ് തിരുമുൽപ്പാടിൻ്റെ ചെറുമകനാണ്. അപ്പോൾ അയാൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് പണിതത്. ഇലക്ട്രിസിറ്റിയുടെ കൺസ്യൂമർ നമ്പറൊക്കെ 3 ആണ്. അത്രയും പഴക്കം ഉള്ള ഒരു വീടാണ്. നടുമുറ്റവും 4 കട. അയാൾക്ക് അന്ന് ഇൻ്റർനാഷണൽ ഗസ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നോൺ വെജ് ഫുഡും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ മെയിൻ റോഡിലെ കണ്ണായ സ്ഥലത്തൊരു 5500 സ്ക്വയർ ഫീറ്റിലൊരു വീട് പണിത് അയാൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീട് പണിത്. ഞാൻ ചെങ്ങന്നൂരുകാരിയാണ്. എൻ്റെ ഹസ്ബൻഡ് റാന്നിക്കാരനാണ്, പുള്ളി ഡോക്ടറായിരുന്നു. അവരിവിടെ ചുള്ളിയോടാണ് വീട്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് 78ലാണ് ഇങ്ങോട്ട് നിലമ്പൂർക്ക് വന്നത്. ഞങ്ങൾ ഈ വീട് മേടിക്കുന്നത് 94ലാണ്. 94 ഞങ്ങൾ മേടിച്ചതിന് ശേഷം ഇത് മലബാർ ക്ലബ്ബായിരുന്നു. വലിയൊരു ക്ലബ്ബാണ്, ഒരു ഹൈ എൻഡ് ക്ലബ്ബാണ്. അതിലോട്ട് ഞങ്ങൾ 96ലാണ് ഇങ്ങോട്ട് താമസിക്കാൻ തുടങ്ങിയത്. ഇതെൻ്റെ ഐഡിയ ആയിരുന്നു, ഇതൊരു ഹോം സ്റ്റേ ആയിട്ട് നമ്മുടെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നിനക്കെന്നാ വട്ടാണോ എന്ന് ചോദിച്ചു. എനിവേ ഞാൻ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് ഡയമണ്ട് ക്വാളിറ്റി തന്നു. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ലൈസൻസോടുകൂടി ചെയ്യുന്ന ആളാണ് അതിൻ്റെ ഒരു ശരി. ഇവര് ഗോൾഡൻ റിട്രീവേഴ്സ്, ഇപ്പം പീനട്ട്, ഇപ്പം ബട്ടർ. ഞങ്ങളുടെ വീടിന്റെ ഭാഗമാണ് അവരെ. ഇത് ഈ വീട്ടിലെ ഡൈനിങ് റൂമാണ്. ഈ ഡൈനിങ് ടേബിളിന്റെ ഇങ്ങേ തലക്കിലിരുന്നാൽ ഈ വീടിന്റെ പിന്നാമ്പുറം മുതൽ റോട്ടിൽ നടക്കുന്ന കാര്യം വരെ കാണാം. ഈ വീടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മാതൃഭൂമി ന്യൂസിന്റെ നിലമ്പൂർ ബൈ ഇലക്ഷൻ ബ്യൂറോ സെറ്റ് ചെയ്തിരിക്കുന്നതും ഈ വീട്ടിലാണ്. ഇസ്ലാമിയുമായി മുൻപ് കൂട്ടുകൂടിയിട്ടില്ല എന്ന ചോദ്യമാണ് MV ഗോവിന്ദന് നേരെ ഉയർന്നത്. ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നേർക്ക് നേരെയുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അൻവറും എന്തോന്നടി ഈ ഓടിയൊന്നും എടുത്തോളി. സോറി രാഗിന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് പെട്ടെന്ന് പോണേ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ബൈറ്റ് കഴിഞ്ഞതിന് ശേഷം ആവശ്യമാണ്. ഒരു പിടുത്തവും കിട്ടില്ല. ഓരോ പഞ്ചായത്ത് പോകുമ്പോൾ ഓരോന്നാ പറയുന്നത്. ഒരു മാസമായിട്ട് വിവിധ ബ്യൂറോകളിൽ നിന്നും വന്ന മാതൃഭൂമി ന്യൂസ് അംഗങ്ങൾ 1 മാസക്കാലം ചെലവിട്ട ഈ വീട്ടിൽ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ടീം മാതൃഭൂമി ന്യൂസിനൊപ്പം നിലമ്പൂരിൽ നിന്നും നിഖിൽ ജോസഫ്.